സാർ, നമ്മുടെ കഥ നടക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഓലപ്പുരകളും ദരിദ്രരായ മനുഷ്യരും തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ ഗ്രാമം. അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു LP സ്കൂൾ കെട്ടിടം. പിന്നിക്കീറിയ വസ്ത്രങ്ങളണിഞ്ഞ് പുസ്തക സഞ്ചിയുമായി സ്കൂളിലേക്ക് കല്ലും മുള്ളും നിറഞ്ഞ ഒറ്റയടി പാതയിലൂടെ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ. സാർ, അവരിൽ നിന്നാണ് ആദ്യ സീൻ. ആട്ടെ ജയശീലൻ, ഈ കഥ നടക്കുന്നത് ഇന്ത്യക്ക് പുറത്താണോ? അതെന്താ മേഡം അങ്ങനെ ചോദിച്ചത്? ഇത് നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലല്ലേ? കേരളത്തിൽ എവിടെയാണോ ഈ ദാരിദ്ര്യം പിടിച്ച ജനങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ സ്കൂൾ കെട്ടിടങ്ങളും പിഞ്ഞു കീറിയ വസ്ത്രങ്ങളും ധരിക്കുന്ന കുട്ടികളുള്ളത്? ജയശീല, താൻ അതിൽ നടക്കുന്ന ചുറ്റി നടന്നേച്ചും വാ. ഈ രാജ്യത്തെ അതിദാരിദ്ര്യമില്ലാത്ത ഏക സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിലെ 64,006 കുടുംബങ്ങളെയാണ് ഈ സർക്കാർ കൈപിടിച്ചുയർത്തിയത്. എവിടെ ഇടിഞ്ഞു പൊളിഞ്ഞാറായിട്ടുള്ള സ്കൂള്, കൃത്യമായിട്ടുള്ള ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, നല്ല റോഡുകൾ, ഇതൊക്കെ കേരളത്തിലല്ലാതെ വേറെ ഏത് സംസ്ഥാനത്തിനോട് ഈ രാജ്യത്ത്? തന്റെ ഓരോ ഉഡായ്പ കഥകളുണ്ട് താൻ ഇങ്ങോട്ട് വരും. എടോ, താൻ പോയിട്ടേ ഇന്നത്തെ കേരളത്തിന്റെ യഥാർത്ഥ സത്യസന്ധമായ മുഖഛായ കൊണ്ടുള്ള കഥയും കൊണ്ടുവാ. അപ്പൊ പരിഗണിക്കാം, അല്ലേ സാറേ? അല്ല പിന്നെ